കേരളത്തിലുള്ള ആൾക്കാർക്ക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു മൈൻഡ് സെറ്റാണ്. നമ്മളൊന്ന് ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് കേരളത്തിൽ പറയുമ്പോൾ അവരുടെ ഒരു തോട്ട് വേറെയാണ്. ആർക്കും ഇപ്പോഴും ഡേറ്റിങ്ങിന്റെ മീനിങ് ഇല്ല. ആക്ച്വലി ഡേറ്റിംഗ് എന്തുവാണ്? സത്യം നമ്മൾ ഫുഡ് കഴിക്കും, നമ്മൾ തമ്മിൽ മനസ്സിലാക്കുന്നതാണ് ഡേറ്റ്. ഇവിടുത്തെ ആൾക്കാരുടെ ഡേറ്റിംഗ് എന്താണെന്ന് അറിയാമല്ലോ, അവര് ഉദ്ദേശിക്കുന്നത് വേറെയാ. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ് ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ വരണത്. അപ്പം ഞങ്ങൾ അവിടെ എന്ന് പറയുമ്പോൾ സംസാരിക്കുക, പുറത്ത് പോവുക, എല്ലാം കാണുക, അവരുടെ ഹോബീസ് ഇൻട്രസ്റ്റ് അറിയുക, എൻ്റെ അറിയുക, വന്നിട്ടാണ് അതിന്റെ മീനിങ് അറിഞ്ഞു ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം ഇവരങ്ങനെ എളുപ്പത്തിൽ റിലേഷൻഷിപ്പ് ആവുന്ന ആൾക്കാരല്ല. വൺസ് അത് പോയി ആളുടെ ഫാമിലി തന്നെ, ആളുടെ ബ്രദർ ആയാലും ഫാമിലി പാരൻസ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും ലോങ് ടേം റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ബ്രദർ തന്നെ ഒരു 10 years കഴിഞ്ഞതിന് ശേഷമാണ് പ്രപ്പോസ് ചെയ്തത് ഗേൾ ഫ്രണ്ടിനെ. എന്നിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആള് അങ്ങനെയാണ് ഇവരുടെ ഫാമിലി മൊത്തം. ബട്ട് ആൾക്കും എനിക്കും എൻ്റെ കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ കൾച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ ഫാമിലിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും അതെ 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 വല്ലതും മനസ്സിലായോ? എന്താ പറഞ്ഞു in England, like you normally get married after 10 years.